ഈ വീഡിയോൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കുറച്ച് MCQs ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇഫ് യു നോ ദി ആൻസേഴ്സ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻസർ അറിയാത്തവർ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നത് ജസ്റ്റ് ഒരു 1 ലൈൻ ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് കൊടുക്കാൻ നോക്കാം. ദെൻ ന്യൂറോലെപ്റ്റിക്സ് ആദ്യം D2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. D2 എന്ന് പറയുമ്പോൾ അറിയില്ല, ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നവരാണ്. ഓൺ കീമോ റിസപ്റ്റർ ട്രിഗേഴ്സ് ഓൺ. ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? സെഡേഷൻ, എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാവും, ഡ്രൈനെസ് ഓഫ് ദി മൗത്ത്, ഹൈപ്പോടെൻഷൻ ആൻഡ് മസിൽ ഡിസ്റ്റോണിയ. Then they are used in the vertigo associated with vomiting, then vomiting due to drugs, then uremia and infections. Vomiting due to drugs, uremia, infection ഒക്കെ ഉണ്ടെങ്കിലും ഈ ന്യൂറോലെപ്റ്റിക്സ് യൂസ് ചെയ്യാം. മെയിൻ എക്സാമ്പിളായിട്ട് പറയുന്നത് പ്രോക്ലോർപെരാസിൻ ആണ്. പ്രോക്ലോർപെരാസിൻ ന്യൂറോകൈനിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. So they are the drugs that bind to neurokinin receptors. ഏരിയ പോസ്റ്റുമേലുള്ള ഒരു റിസപ്റ്ററാണ് ന്യൂറോകൈനിൻ റിസപ്റ്റർ. അവിടെ ബൈൻഡ് ചെയ്യുന്ന ഡ്രഗ്സാണ് ന്യൂറോകൈനിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. അഗോണിസ്റ്റ് അല്ല, ആൻറ്റഗോണിസ്റ്റാണ്. സോ അവർ ബ്ലോക്ക് ചെയ്യായിരിക്കും, ദേ ജസ്റ്റ് കോമ്പറ്റ്. ദെൻ പ്രൊപ്പറ്റൻറ്റ് ആൻഡ് ഫൂസാപ്രൊപ്പറ്റൻറ്റ്, ഇതാണ് 2 ഡ്രഗ്സ്. പ്രൊപ്പറ്റൻറ്റ് എന്ന് പറയുമ്പം ദേ ആർ ഓറലി കൊടുക്കുന്ന ഡ്രഗും, ഫൂസാപ്രൊപ്പറ്റൻറ്റ് എന്ന് പറയുമ്പം ഇൻട്രാവീനസ്ലി കൊടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഡ്രഗുമാണ്. ആൻഡ് ദേ ആർ മെറ്റബോളൈസ്ഡ് ഇൻ ദ ലിവർ ബൈ ദി മൈക്രോസോമിയൽ എൻസൈം CYP3A4. സോ ദേ ആർ മെറ്റബോളൈസ്ഡ് ബൈ ദി ലിവർ മെറ്റബോളൈസ്ഡ് ഇൻ ദ ലിവർ ബൈ ദി എൻസൈം CYP3A4. യൂസസ് എന്തൊക്കെയാണ്? പ്രിവെൻഷൻ ഓഫ് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ഇൻ കോമ്പിനേഷൻ വിത്ത് 5-HT3 ആൻറ്റഗോണിസ്റ്റ്. 5-HT3 എന്തിൻ്റെ ആയിരിക്കും? സെറോട്ടോണിൻ്റെ. 5-HT3 ആൻറ്റഗോണിസ്റ്റ് ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇതാണ് എൻ്റെ യൂസ്. പ്രിവെൻഷൻ ഓഫ് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഡ്രൈനെസ്, ഡിസിനെസ്, വീക്ക്നെസ് ആൻഡ് ഡയേറിയ. ആണ് ന്യൂറോകൈനിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റിൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നത്. ദെൻ അതർ ആൻറ്റിഎമിറ്റിക്സ്. ഇതിൽ ദ മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ ബൈ ദ മൈക്രോസോമിയൽ എൻസൈം CYP3A4 എന്നല്ലേ പറഞ്ഞത്. ഈ CYP3A4നെ ഇൻഹിബിറ്റ് ചെയ്യുന്നൊരു ഡ്രഗിനെ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഏതാണെന്നറിയോ? ആ ഒരു സബ് ക്ലാസ്, അതാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യും? മൈക്രോസോമൽ സൈറ്റോക്രോം P3A4നെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ എൻസൈം ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവിടെ മെറ്റബോളിസം നടക്കത്തില്ല, അപ്പോൾ കൂടുതൽ അക്യുമുലേറ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാം. സോ PP അതിൻ്റെ കാര്യം ഓർക്കുക. അതർ ആൻറ്റിഎമിറ്റിക്സ് സച്ച് ആസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് വിത്ത് ആൻറ്റിഎമിറ്റിക്സ് gives control delayed vomiting following the anti-cancerous therapy. Anti-cancerous therapy follows ചെയ്യുന്ന ഡിലേഡ് വോമിറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വിത്ത് ആൻറ്റിഎമിറ്റിക്സ് യൂസ്ഫുൾ ആണ്. ആൻഡ് പിരിഡോക്സിൻ ആണെങ്കിൽ പിരിഡോക്സിൻ എന്ന് പറയുമ്പോൾ അറിയില്ല, വിറ്റാമിൻ B6 ആണ് പിരിഡോക്സിൻ. ഈ പിരിഡോക്സിന് സ്പെഷ്യാലിറ്റി ഉണ്ട്, ദേ ക്യാൻ ഇൻക്രീസ് ഗാബ സിന്തസിസ്. ഗാബ സിന്തസിസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഗാബ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആൻഡ് ഇവർ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദ സപ്രസ് വോമിറ്റിംഗ്. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആക്ഷൻ ഉണ്ട് പിരിഡോക്സിൻ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലൊക്കെ ഇത് പ്രിഫേർഡ് ആണ്. ഈവൻ ദോ ഇതിൻ്റെ ആക്ഷൻ ഈസ് അൺനോൺ. പ്രഗ്നൻസിയിൽ അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല, എന്നാലും ദേ ആർ യൂസിങ്. ദെൻ കെനാബിനോയിഡ്സ് വിൽ ഇൻക്രീസ് ദി അപ്പറ്റൈറ്റ് ആൻഡ് പ്രിവെൻറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. ഈ കെനാബിനോയിഡ്സിൻ കോമ്പിനേഷൻ വിത്ത് ആൻറ്റിഎമിറ്റിക്സിൽ കൊടുക്കുമ്പോഴാണ് ദേ പ്രിവെൻറ്റ് ആൻറ്റി ക്യാൻസറസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്. അല്ലെങ്കിൽ തന്നെ കെനാബിനോയിഡ്സിന് ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് എന്നൊരു ക്യാരക്ടർ ഉണ്ട്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് വിൽ റേസ് ദി ത്രെഷോൾഡ് ഫോർ വോമിറ്റിംഗ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് നമ്മൾ കുറേ പറഞ്ഞായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ 2 എണ്ണമായിരുന്നു, ബാർബിറ്റുറേറ്റ്സും ബെൻസോഡയസെപ്പിൻസും. ഇത് തമ്മിലുള്ള വ്യത്യാസം സെഡേറ്റീവ് ഹിപ്നോട്ടിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്ലോറേജ് ചാനലിൻ്റെ ഓപ്പണിങ്ങിലാണ്, ക്ലോസിങ് ആൻഡ് ഓപ്പണിങ്ങിലാണ് ഈ വേരിയേഷൻ വരുന്നത്. ബാക്കി മെക്കാനിസംസ് ഒക്കെ രണ്ടിനും സെയിമാണ്. ദെൻ പ്രൊപ്പഫോൾ ഇസ് എ ജനറൽ അനസ്തെറ്റിക് ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ആൻറ്റിഎമിറ്റിക് പ്രോപ്പർട്ടി. നൗ പ്രോകൈനറ്റിക് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ദേ ആർ ദി ഡ്രഗ്സ് ദാറ്റ് എൻഹാൻസസ് ദ ഗ്യാസ്ട്രോഡ്യൂട്ടനൽ മോട്ടിലിറ്റി ആൻഡ് ഹാസ്റ്റൻ ദി ഗ്യാസ്ട്രിക് എംറ്റിങ്. ഫാസ്റ്റൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ദേ എൻഹാൻസ് ദി ഗ്യാസ്ട്രോഡിയഡ്നൽ മോട്ടിലിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് എംറ്റിങ്ങും അങ്ങനെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് മെറ്റോക്ലോപ്രമൈഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, കാരണം അത് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കും. അതിന് മുമ്പ് നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.
Question ഇതാണ്, which of the following drug is a selective serotonin 5-HT3 receptor antagonist and used for preventing chemotherapy-induced nausea and vomiting? Options: ondansetron, metoclopramide, prochlorperazine, dimenhydrinate. Okay, ഇതൊക്കെയാണ് എൻ്റെ ഓപ്ഷൻസ്. ഇത് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ കുഞ്ഞ് ഡിസ്ക്രിപ്ഷനും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ആൻറ്റിഎമിറ്റിക് ഈസ് known for its dopaminergic antagonistic activity and is often used in the treatment of severe nausea and vomiting? Options വരുന്നത് ondansetron, option A. Option B, metoclopramide. Option C, mcqs. Option D is promethazine. metoclopramide എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആക്ഷൻസ് വരുന്നത് GIT ആക്ഷനുണ്ട്, CNS ആക്ഷനുണ്ട്. GIT ആണെങ്കിൽ ഇത് പ്രിവെൻറ്റ് ദ റിഫ്ലക്സ് ഈസോഫെജൈറ്റിസ്. റിഫ്ലക്സ് ഈസോഫെജൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യും. വാട്ട് ഈസ് റിഫ്ലക്സ് ഈസോഫെജൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? GERD തന്നെയാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഫുഡ് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഈസോഫാഗസിൽ നിന്ന് തിരിച്ച് റീകൺസിറ്റേറ്റ് ചെയ്യുമല്ലോ GERD. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിഫ്ലക്സ് ഈസോഫെജൈറ്റിസ്. സോ ഈ ഡ്രഗ് എങ്ങനെ യൂസ്ഫുൾ ആവുന്ന GITയിൽ ഈ റിഫ്ലക്സ് ഈസോഫെജൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്? ബിക്കോസ് ദേ പ്രൊമോട്ട് ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് കണ്ടന്റ് ഓഫ് അപ്പർ GIT, upper gastrointestinal tract, and raises the lower esophageal sphincter pressure, thus prevent reflux. അപ്പോൾ പ്രൊമോട്ട് ചെയ്യും ഫുഡ് കണ്ടന്റ് ടു ദി ഓഫ് അപ്പർ GIT by raising the lower esophageal sphincter pressure. റേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പർ GIT എന്ന ഫുഡ് ഇപ്പം ഈസോഫാഗസിൻ്റെ സ്റ്റൊമക്കിലേക്ക് എത്തിയല്ലോ. അപ്പോൾ അവിടെ സ്പിഞ്ചർ ഉണ്ട് ഈസോഫാഗസിൻ്റെ. അതിൻ്റെ പ്രഷർ റേസ് ചെയ്തിട്ട് തിരിച്ച് റീകൺസിറ്റേഷൻ നടത്താതിരിക്കും. ദെൻ CNSൽ ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നു? CNSൽ ഇതിനൊരു ആൻറ്റി എമിറ്റിക് പ്രോപ്പർട്ടിയാണുള്ളത്. ബിക്കോസ് ദേ ബ്ലോക്ക് D2 റിസപ്റ്റേഴ്സ് ഓൺ ദി CTEZ, കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ. ബിക്കോസ് ഈ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലേക്ക് ഇത് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ റിസപ്റ്റേഴ്സിനെ. ബിക്കോസ് ഇറ്റ് ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, പ്ലാസെൻഡ ആൻഡ് സെക്രീറ്റഡ് ഇൻ മിൽക്ക്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ, ലാക്ടേഷൻ ടൈമിൽ ഇത് അവോയ്ഡ് ചെയ്യണം. ഇത് മെറ്റോക്ലോപ്രമൈഡിൻ്റെ CNS എഫക്റ്റ് ആണ്, ആൻറ്റി എമിറ്റിക് എഫക്റ്റ് ഉണ്ട്. ബിക്കോസ് ദേ simply block D2 receptors on the chemoreceptor trigger zone, and it can cross blood-brain barrier, placenta, and they can also secreted in the milk. Now mechanism of actions നോക്കാം. Mechanism of action. Metoclopramide എന്നുള്ളത് they can block D2 receptor, അല്ലെങ്കിൽ അവർക്ക് സെറോട്ടോണിൻ അഗോണിസ്റ്റായിട്ടൊക്കെ ആക്ട് ചെയ്യാം. ഫസ്റ്റ് ദേ ബ്ലോക്ക് D2 receptor. ഇപ്പോൾ D2 റിസപ്റ്റർ എവിടേക്കുള്ള D2 റിസപ്റ്ററിനെ ഇവർ ബ്ലോക്ക് ചെയ്യുന്നത്? കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലുള്ള D2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. GITയിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് CNSലും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. GITയിൽ ഇവരത് ബ്ലോക്ക് ചെയ്തിട്ട് ആൻറ്റി എമിറ്റിക്കായിട്ട് ആക്ട് ചെയ്യും. വെറാസ് ഇൻ GITയിൽ ഇത് ഇൻക്രീസസ് ദി ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ ടോൺ ആൻഡ് ദേ ഹാസ്റ്റ് ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. അങ്ങനെ പ്രോകൈനറ്റിക് ഇഫക്റ്റ് ഉണ്ടാവും. ആൻഡ് ഇൻ CNSലാണെങ്കിലോ ഇത് ഇൻക്രീസസ് ദി പ്രൊലാക്റ്റിൻ ആൻഡ് റിസൾട്ടിങ് ഇൻ ദി ഗൈനക്കോമാസ്റ്റിയ, ഗലക്ടോറിയ, ഇതൊക്കെയാണ് ഇതിൻ്റെ ADR ആയിട്ട് വരുന്നത്. അത് കൂടാതെ ആൻഡ് അത് കൂടാതെ എന്തൊക്കെയുണ്ട്? എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ബിക്കോസ് ഇറ്റ് ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ ഈ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് വിത്ത് ഡിസ്റ്റോണിയ, ടാർഡിവ് ഡിസ്കൈനേസിയ, എക്സെട്ര. ഇതാണ് ഇഫ് ഇറ്റ് ബ്ലോക്സ് D2 റിസപ്റ്റർ മെറ്റോക്ലോപ്രമൈഡിൻ്റെ. അതല്ല ഇപ്പോൾ സെറോട്ടോണിൻ്റെ ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എൻ അഗോണിസ്റ്റ് ഇൻ 5-HT4 റിസപ്റ്റർ അഗോണിസ്റ്റ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബ്ലോക്ക് 5-HT3 റിസപ്റ്റർ. സോ 5-HT3യിൽ ഇത് ആൻറ്റഗോണിസ്റ്റ് ആയിട്ടും 5-HT4ലാണെങ്കിൽ ഇത് അഗോണിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ 5-HT4 റിസപ്റ്റേഴ്സ് ഒത്തിരി ഈ ചാപ്റ്റേഴ്സിൽ പറയുന്നില്ല. അതുകൊണ്ട് HT4 എന്ന് പറയുമ്പോഴത്തേക്കും അഗോണിസ്റ്റ് എന്ന് ഓർക്കുക. ആൻഡ് ഒരു ഇടയ്ക്കൊക്കെയല്ലേ പറയുള്ളൂ. ബ്ലോക്ക് 5-HT3 എന്ന് പറയുമ്പോൾ അതേ ബ്ലോക്ക് ചെയ്യാണല്ലോ, ദേ ആർ ആൻറ്റഗോണിസ്റ്റ്. ഇവർ രണ്ടുപേരുടെയും ആക്ഷൻ ചെയ്യുമാണ് ദ ഇൻക്രീസസ് ദി അസറ്റൈൽ കോലിൻ റിലീസ് ഇൻ ദി ഗട്ട് ആൻഡ് ദസ് ഇൻക്രീസിങ് ദി ലോവർ ഈസോഫേജിയൽ ടോൺ. ഓക്കെ, സ്ഫിങ്ക്ചർ ടോൺ, ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചറിൻ്റെ ടോൺ എന്ത് ചെയ്യും? അങ്ങനെ ഇവർ കൂട്ടും. അങ്ങനെ ദേ ക്യാൻ ഹാസ്റ്റൻ ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ് റിസൾട്ടിങ് ഇൻ പ്രോകൈനറ്റിക് ഇഫക്റ്റ്. പ്രോകൈനറ്റിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചറിൻ്റെ ടോൺ കൂട്ടിയിട്ട് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആക്കും.
ദെൻ ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മെറ്റോക്ലോപ്രമൈഡ്. ഇതിന് 3 ആക്ഷൻസ് ആണുള്ളത്, 3 രീതിയിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന് 5-HT4 അഗോണിസ്റ്റ് ആയിട്ടും 5-HT3 ആൻറ്റഗോണിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്ത് അസിറ്റൈൽകൊളിൻ റിലീസ് കൂട്ടും. ഗട്ടിലുള്ളത് അസിറ്റൈൽകൊളിൻ റിലീസ് ഗട്ടിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ലോവർ ഇസോഫേജിയൽ സ്പിങ്ചർ എന്ത് ചെയ്യും? ടോൺ കൂടുന്നതുകൊണ്ട് റീകസിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യും സ്പിങ്ചറിൻ്റെ. അങ്ങനെ ദേ ഹാസ്റ്റ് ഇൻ ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ആൻഡ് ഹാവിങ് എ പ്രോകൈനറ്റിക് ഇഫക്റ്റ്. വേറസ് ഇറ്റ് ക്യാൻ ഓൾസോ ബ്ലോക്ക് D2 റിസപ്റ്റർ. അങ്ങനെ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലും GIT-ലും CNS-ലും ആക്ഷൻ ഉണ്ട്. കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലാണെങ്കിൽ ആൻറ്റി എമിറ്റിക് ആക്ടിവിറ്റിയാണ്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്കിലാണെങ്കിൽ ഇൻക്രീസിങ് ദി ലോവർ ഇസോഫേജിയൽ സ്പിങ്ചർ ടോൺ, അങ്ങനെ പ്രോകൈനറ്റിക് ഇഫക്റ്റാണ് വരുന്നത്. CNS-ലാണെങ്കിലോ ഇൻക്രീസസ് ദി പ്രൊലാക്റ്റിൻ, അങ്ങനെ ഗൈനക്കോമാസ്റ്റിയ ഗലക്ടോറിയൊക്കെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് കൂടുതലായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ. D2 റിസപ്റ്റർ ബ്ലോക്കേഡ്. D2 റിസപ്റ്റർ ബ്ലോക്കേഡ് എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വലി D2 റിസപ്റ്റർ എന്താ ചെയ്യുന്നത്? ബിക്കോസ് D2 റിസപ്റ്റർ ക്യാൻ സ്റ്റിമുലേറ്റ് അപ്പർ GIT, അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനെ D2 റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോളിനർജിക് സ്റ്റിമുലേഷൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റഡ് ആയി പോകും. കോളിനർജിക് സ്റ്റിമുലേഷൻ അങ്ങനെ ഇൻഹിബിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ദേ റിലാക്സസ് സ്റ്റൊമക്, ലോവർ ഇസോഫേജിയൽ സ്പിങ്ചർ ആൻഡ് ഡിലേ ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. ഇതാണ് നോർമൽ ആക്ഷൻ ഓഫ് ഡോപ്പമൈൻ. ഈ മെറ്റോക്ലോപ്രമൈഡ് കൊടുക്കുമ്പോഴത്തേക്കും D2 റിസപ്റ്ററിനെ അത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കോളിനർജിക് സ്റ്റിമുലേഷൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ റിലാക്സേഷന് പകരം കോൺട്രാക്ഷൻ ആയിരിക്കും വരുന്നത്. സ്റ്റൊമക്ക് ഈ ലോവർ ഇസോഫേജിയൽ സ്പിങ്ചറിൻ്റെ ടോൺ കൂട്ടും. ആൻഡ് എന്ത് പറ്റും? ഈ ഗ്യാസ്ട്രിക് എംപ്റ്റി ഡിലേ അല്ല ചെയ്യുന്നത്, ദേ പ്രൊമോട്ട് ഓർ ഹാസ്റ്റൻ ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. ADR എന്ന് പറയുമ്പോൾ സെഡേഷൻ ഉണ്ട്. ബിക്കോസ് ഇത് എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? 5-HT3 ആൻഡ് 5-HT4 സെറോട്ടോണിൻ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് സെഡേഷൻ ഉണ്ടാവുന്നുണ്ട്. ഡിസിനസ്, കാരണം CNS-ൽ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഡിസിനസ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ, റെസ്റ്റ്ലെസ്നെസ്, ആൻസൈറ്റി, ഡയേറിയ ഉണ്ടാവാം, ഗൈനക്കോമാസ്റ്റിയ, ഗലക്ടോറിയ, ദെൻ എക്സ്ട്രാ പെരിമെറ്റൽ സിംറ്റംസ് വിത്ത് ഡിസ്റ്റോണിയ, ടാർഡീവ് ഡിസ്കൈനേസിയ. ഓൺ ലോങ് ടേം യൂസ് ആണെങ്കിൽ സിംറ്റംസ് ഓഫ് പാർക്കിൻസോണിസം വരെ ഉണ്ടാകും. ദെൻ ഡ്രഗ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുമ്പം ദേ ബ്ലോക്ക് ദി ഇഫക്റ്റ് ഓഫ് ലിവോഡോപ്പ ബിക്കോസ് ദേ ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ബ്ലോക്ക് ദി ആക്ഷൻ ഓഫ് ലിവോഡോപ്പ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? പാർക്കിൻസോണിസത്തിനൊക്കെ കൊടുക്കുന്ന ഡ്രഗാണല്ലോ ലിവോഡോപ്പ. സോ അതിന് ഡ്രഗ് ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ദേ ഹാസ്റ്റ് ഇൻ ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. അതുകൊണ്ട് പല ഡ്രഗ്സും സ്റ്റൊമക്കിലായിരിക്കും അബ്സോർബ് ആകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഇതൊക്കെയാണ് ഡ്രഗ് ഇൻറ്ററാക്ഷൻ പറയുന്നത്. യൂസസ് ഇത് GERDയിൽ യൂസ് ചെയ്യുന്നുണ്ട്. GERD, ദാറ്റ് ഇസ് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി എമിറ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഡ്യൂ ടു ആൻറ്റി ക്യാൻസറസ് ഡ്രഗ് ആൻഡ് റേഡിയോതെറാപ്പി. GI ഡിസോർഡേഴ്സ് ആൻഡ് മൈഗ്രെയിനിലൊക്കെ ആൻറ്റി എമിറ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രീ അനസ്തറ്റിക് മെഡിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടു പ്രൊമോട്ട് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ആൻഡ് പ്രിവെൻറ്റ് ആസ്പിറേഷൻ. ദെൻ എൻഡോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ടു അസിസ്റ്റ് പാസേജ് ഓഫ് ട്യൂബ് ടു ദി ഡിയോഡിനം. ദെൻ ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എപ്പോഴാണ് വരുന്നത്? പേഷ്യൻറ്റ് ഹൂ ഈസ് അണ്ടർഗോയിങ് സർജറി, അവർക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ കുറച്ച് ഡ്രഗ്സിൻ്റെ പേരാണ് പറയുന്നത്. പ്രോകൈനറ്റിക് ഏജൻറ്റ്സ് ആയിട്ടുള്ള തന്നെ കുറച്ച് ഡ്രഗ്സ്. ടോംപെരിഡോൺ എന്ന് പറയുമ്പം ഈ മെറ്റോക്ലോപ്രമൈഡിനേക്കാളും അഡ്വാൻറ്റേജ് ടോംപെരിഡോണിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദേ കനോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ CNS ഇഫക്റ്റൊക്കെ കുറവായിരിക്കും. ഈ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിലാണല്ലോ ആക്ട് ചെയ്യേണ്ടത്. ഈ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ ഉള്ളിലല്ല, പുറത്തായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ആക്ട് ഓൺ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ വിത്തൗട്ട് ക്രോസിങ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ആൻഡ് ഇതിനൊരു ആൻറ്റി എമിറ്റിക് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ദെൻ സിസാപ്രിഡ് ആൻഡ് മോസാപ്രൈഡ് ആൻഡ് ഇറ്റോപ്രൈഡ്, ഇവർ 3 പേരും ACH ലെവൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഈ 5-HT3 ആൻഡ് 5-HT4 അണ്ടഗോണിസ്റ്റ്, 5-HT3 അഗോണിസ്റ്റും 5-HT4 അഗോണിസ്റ്റും 5-HT3 റിസപ്റ്റേഴ്സിന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ മെറ്റോക്ലോപ്രമൈഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന്. 5-HT4 ആണെങ്കിൽ അഗോണിസ്റ്റ് ആയിട്ട്, 5-HT3 ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഇതേ ഇവരുടെ സെയിം ആക്ഷൻ അസിറ്റൈൽകൊളിൻ റിലീസ് എന്ത് ചെയ്യും? കൂട്ടും, എൻഹാൻസ് ചെയ്യും. അങ്ങനെ പ്രോകൈനറ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഇതിനെ സമ്മറൈസ് ചെയ്ത് പറയാം. ന്യൂറോലെപ്റ്റിക്സ് എന്താ ചെയ്യുന്നത്? ദി ബ്ലോക്ക് D2 റിസപ്റ്റേഴ്സ് ഓൺ ദി കീമോ റിസപ്റ്റർ ട്രിഗേഴ്സ് ഓൺ. അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് സെഡേഷൻ ഉണ്ട്, എക്സ്ട്രാ പെരിമെറ്റൽ സിംറ്റംസ്, ഡ്രൈനെസ് ഓഫ് മൗത്ത്, ഹൈപ്പോടെൻഷൻ, മസിൽ ഡിസ്റ്റോണിയ. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ വെർട്ടിഗോ അസോസിയേറ്റഡ് വിത്ത് വോമിറ്റിംഗ് ഡ്യൂ ടു ഡ്രഗ്സ്, യുറീമിയ ആൻഡ് ഇൻഫെക്ഷൻസ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഡ്രഗാണ് പ്രോക്ലോർപെരാസിൻ. ദെൻ ന്യൂറോകൈനിൻ റിസപ്റ്റർ അണ്ടഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ബ്ലോക്ക് ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ഓൺ ദി ഏരിയപ്ലോസ്റ്റിമ. 2 ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞു, എപ്രപ്പിറ്റൻറ്റ് ആൻഡ് ഫോസാപ്രപ്പിറ്റൻറ്റ്. ആൻഡ് ഇവർ മെറ്റബോളൈസ് ചെയ്യുന്നത് CYP3A4 ലിവർ എൻസൈം വെച്ചിട്ടാണ്, മൈക്രോസോമൽ എൻസൈംസ് വെച്ചിട്ടാണ്.
സൈഡ് എഫക്റ്റ് ആണ് ഡിസിനസ്, വീക്ക്നെസ്. ആൻഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പ്രിവെൻഷൻ ഓഫ് ഹീമോറിസെപ്റ്റർ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിങ്ങിനാണ്. ദെൻ അതർ ആൻറ്റിഎമിറ്റിക്സ് ആയിട്ട് പറഞ്ഞത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ പറഞ്ഞു, പരഡോക്സിൻ പറഞ്ഞു, കെനാബിനോയിഡ്സ് പറഞ്ഞു, സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് രണ്ടെണ്ണം പറഞ്ഞു, ബാർബിറ്ററേറ്റ്സ് ആൻഡ് ബെൻസോഡൈസെപ്പിൻസിൻ്റെ ആക്ഷൻ പ്രൊപ്പഫോളും. ദെൻ പ്രോകൈനറ്റിക് ഏജൻസ്. പ്രോകൈനറ്റിക് ഏജൻസ് എന്ന് പറയുമ്പോൾ ദേ ജസ്റ്റ് ഹാസ്റ്റ് ഇൻ ദ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്നത് GIT-ലും സീനസിലുണ്ട്. GIT-ലാണെന്നുണ്ടെങ്കിൽ ഇത് പ്രിവെൻറ്റ് റിഫ്ലക്സ് ഈസോഫൈസൈറ്റിസ് ആൻഡ് സീനസിലാണെങ്കിൽ ആൻറ്റിഎമിറ്റിക് ആക്ഷൻ വരുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുമ്പോൾ ഇത് 3 ടൈപ്പ് ആക്ഷൻ ഉള്ളത്. ബ്ലോക്ക് D2 റിസപ്റ്റേഴ്സ്, 5-HT4 ആൻറ്റഗോണിസ്റ്റ്, അഗോണിസ്റ്റ്. ഓക്കെ, 5-HT4 അഗോണിസ്റ്റും 5-HT3 ആൻറ്റഗോണിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. D2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും കീമോ റിസപ്റ്റർ ട്രിഗേഴ്സ് ഓൺ ആൻറ്റിഎമിറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. GIT-ൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഇൻക്രീസിങ് ദി lower esophageal sphincter tone and resulting in prokinetic effect. CNS-ലാണെങ്കിൽ ഇത് increases the prolactin level and resulting in gynecomastia, galactorrhea, etc. Then ഇതല്ലാതെ സെറോട്ടോണിൻ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. 5-HT4 അഗോണിസ്റ്റ് ആയിട്ടും 5-HT3 ആൻറ്റഗോണിസ്റ്റ് ആയിട്ടും. ഇതെന്താ ചെയ്യുന്നത്? ഇൻക്രീസിങ് ദി acetylcholine release in the gut and increases the lower esophageal sphincter tone and haste in the gastric emptying, resulting in prokinetic effect. D2 റിസപ്റ്റർ എങ്ങനെയാണ് D2ൻ്റെ മെക്കാനിസം എന്നാണ് പിന്നെ പറയുന്നത്. സ്റ്റിമുലേഷൻ ഓഫ് D2 എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ദി കോളിനർജിക് സ്റ്റിമുലേഷൻ, അങ്ങനെ റിലാക്സസ് ദി സ്റ്റൊമക്, ലോവർ എസോഫേജിയൽ സ്ഫിൻക്റ്റർ ആൻഡ് ഡിലേ ദി ഗ്യാസ്ട്രിക് എംപ്റ്റി. ഇത് നോർമലി നടക്കുന്നത്. ബട്ട് മെറ്റോക്ലോപ്രമൈഡ് എന്ത് ചെയ്യും? ഇതെല്ലാം ഇൻഹിബിറ്റ് ചെയ്യും, അങ്ങനെ ഡിക്രീസസ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേ അല്ല ചെയ്യുന്നത്, പ്രൊമോട്ടർ ഹാസ്റ്റൺ. ദെൻ EDR പറയുന്നത് ഏതൊക്കെയാണ്? സെഡേഷൻ, ഡിസിനസ്, റെസ്റ്റ്ലെസ്നെസ്, ആൻസൈറ്റി, ഡയേറിയ, ഗൈനക്കോമാസ്റ്റിയ, ഗലക്ടോറിയ. ദെൻ extrapyramidal symptoms with dystonia, tardive dyskinesia on long term symptoms of Parkinson's. ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? ഇതെല്ലാം ന്യൂറൽ, ഇപ്പോൾ പറഞ്ഞത് പ്രോകൈനറ്റിക്സ് ആണല്ലോ. ഈ പ്രോകൈനറ്റിക് മെറ്റോക്ലോപ്രമൈഡിന് ദേ ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതുകൊണ്ട് സീനസ് ഇഫക്റ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡ്രഗ് ഇൻട്രാക്ഷനായിട്ട് ലെവോഡോപ്പയുടെ കൂടെ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇവർക്കും ക്രോസ് ചെയ്യാൻ പറ്റും ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അതുകൊണ്ട് അവിടെ ഒരു ഡ്രഗ് ഇൻട്രാക്ഷൻ വരും. ദെൻ ഹാസ്റ്റൺ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക്കിൽ സ്റ്റൊമക്കിൽ തന്നെ അബ്സോർബ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് കഴിക്കുന്ന ഒരാൾക്ക് അബ്സോർപ്ഷൻ കുറഞ്ഞു പോകും ഡ്രഗിൻ്റെ. ദെൻ യൂസ് പറയുന്നത് GERD-ൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റിഎമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എൻഡോസ്കോപ്പിയിൽ അസിസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, പാസേജ് ഓഫ് ട്യൂബിന്. ദെൻ ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ടു പ്രൊമോട്ട് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. ഡോംപെരിഡോൺ ഈ മെറ്റോക്ലോപ്രമൈഡുമായിട്ടുള്ള ഒരു ചെറിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഡോംപെരിഡോൺ ആണെങ്കിൽ ദേ കനോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബട്ട് ആക്ട് ഓൺ കീമോ റിസപ്റ്റർ ട്രിഗേഴ്സ് ഓൺ. സിസാപ്രൈഡും മൂസാപ്രൈഡ് ആൻഡ് ഇക്ടോപ്രൈഡ്, ഇവർ 3 പേരാണ് 3 drugs which enhances the ACH, acetylcholine level, and causing prokinetic effect. This is about this video. ആൻഡ് മറക്കരുത് MCQ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞിരുന്നു, MCQ ക്വസ്റ്റ്യൻസ്. ആൻഡ് അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ആൻഡ് ഇപ്പം നമുക്ക് 2 MCQ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Third MCQ question: which drug class induces scopolamine? Includes scopolamine. And scopolamine എന്ന് പറഞ്ഞാൽ എന്താ? It's a medication used for motion sickness. Okay, options: antihistamines, anticholinergics, dopamine antagonist, 5-HT3 receptor antagonist. And fourth MCQ question is: which antiemetic drug is commonly administered via transdermal patch for the motion sickness? Motion sickness transdermal patch ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിഎമിറ്റിക് ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ സ്കോപ്പൊളമീൻ, ബി ondansetron, C promethazine, and D metoclopramide. And if you know the answer, comment it down. And also ഒരു കുഞ്ഞു ഡിസ്ക്രിപ്ഷൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. Then this is about this video. Hope you like this video, and if you like, do like, share and subscribe. Thank you.